ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഇവിടെ സാറ്റർഡേ ആണ്. അപ്പം ഞങ്ങളിങ്ങനെ പണികളെല്ലാം കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്നേരത്തേന് നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നമുക്ക് ഡിന്നർ കൊടുക്കണം. അപ്പം ഞാൻ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി. അപ്പം എന്ത് ചാറുകറി ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോഴാണ് നമ്മുടെ മത്തങ്ങയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മത്തങ്ങയും പരിപ്പും വെച്ചിട്ട് നമുക്കൊരു ചാറുകറി വെക്കാമെന്ന്. അപ്പം ഞാൻ നേരത്തെ മത്തങ്ങയുടെ വീഡിയോ ഇട്ടപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ മത്തങ്ങ പറിക്കുന്നതും മുറിക്കുന്നതും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് മത്തങ്ങ പോയി പറിച്ചാലോ? നിങ്ങൾ കൂടെ പോര്. ഓക്കെ ഓക്കെ ഇതാ ഞാൻ അന്ന് കാണിച്ചു തന്ന നമ്മുടെ മത്തങ്ങയാണ്. ഇവനെ നമുക്ക് ഇന്നൊന്ന് പറിച്ചെടുക്കാൻ നോക്കാം. ഓക്കെ, നല്ല വെയിറ്റ് ഉണ്ട് ഇവൻ്റെ തണ്ടൊക്കെ. ഓ മൈ ഗാഡ്. ഓക്കെ, കണ്ട ഇതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ പിടിച്ചിരിപ്പുണ്ട് മണ്ണി ഇരുന്നുകൊണ്ട്. കണ്ട ഇവന്മാർ ഇച്ചിരി ഒച്ചയൊക്കെ ഉണ്ട് ഇതിൽ. അങ്ങനെ നമ്മുടെ മത്തങ്ങ നമ്മൾ ഇവിടെ മുറിച്ചു. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് കഴുകിയെടുക്കണം. ഞാനിന്ന് പൊക്കാൻ നോക്കട്ടെ. ഓ മൈ ഗാഡ്, എനിക്ക് പറ്റുന്നില്ല. നോക്ക്, വേണ്ട, നമുക്ക് കിട്ടിയിരിക്കുന്ന മത്തങ്ങ എനിക്ക് പൊക്കാൻ മേലാത്ത രീതിയിലുള്ള ഒരു മത്തങ്ങയാണ് കേട്ടോ. വേണ്ട, നല്ല മത്തങ്ങയല്ലേ? നമുക്ക് ഈ മത്തങ്ങയെ ഇനി ഒന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ മത്തങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിവനെ ഒന്ന് ഇനി കഴുകിയേക്കാം. അപ്പം ഈ മണ്ണിലൊക്കെ ഒന്ന് കിടന്നതല്ലേ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സംഭവത്തിന്. ഞാൻ ഇതിൻ്റെ വെയിറ്റ് മണ്ണൊക്കെ ഒന്ന് കളഞ്ഞേക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം, എന്നിട്ട് നമുക്കവനെ മുറിക്കാം. ഓക്കെ, ഇതുണ്ടോ, ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവനെ ഇവിടെ വെച്ചിട്ട് ഒന്ന് മുറിക്കാൻ നോക്കാം. ഓക്കെ, ഞാനൊരു ടിഷ്യൂ എടുക്കട്ടെ. ടിഷ്യൂ എടുത്ത് നമ്മുടെ കൈയൊക്കെ ഒന്ന് തൂത്ത് കത്തി എടുക്കട്ടെ. ഈ കത്തി കൊണ്ട് ഇത് മുറിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്തായാലും മുറിയുമോന്ന്. പക്ഷെ സ്മൂത്തായിട്ട് കത്തി ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. ഇത് മൂത്തോന്നാണ് ഇപ്പം എൻ്റെ സംശയം. തിരിച്ചു വെച്ച് മുറിച്ച് നോക്കാം. കത്തി അങ്ങ് എത്തുന്നില്ല കേട്ടോ. ഓക്കെ, എൻ്റെ കത്തി ഒടിയുമോ എന്നാണ് എൻ്റെ സംശയം. ഓക്കെ, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓ മൈ ഗോഡ്, മുറിക്കണേലാണ് ഇപ്പം പാട്. ഓക്കെ, എൻ്റെ മുറി വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നതെന്ന്. യെസ്, നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കണ്ടോ. ലുക്ക് അറ്റ് ദിസ്, വെരി നൈസ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ നല്ല മഞ്ഞ കളറായിട്ടിരിക്കുന്നു. ഓക്കെ, ഇന്ന് നമുക്കിതാ ഞാനിവിടെ പരിപ്പ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ പരിപ്പും ഈ മത്തങ്ങയും വെച്ചിട്ട് നമുക്കിന്നൊരു ചാറ് വെക്കണം. അതിൻ്റെ മുന്നേ നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ ഇച്ചിരി ഈ മത്തങ്ങ മുറിച്ച് നമുക്കൊന്ന് കൊടുത്തേക്കാം അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഈ മത്തങ്ങയും പരിപ്പും കൂടെ കറി വെക്കുന്നത്. അത് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. പിന്നെ അല്ലെങ്കിൽ എല്ലാവരും കമൻ്റ് ഇടും, ഓ മത്തങ്ങയും പരിപ്പുമാണോ, ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്, ഇതൊന്നും വലിയ വീഡിയോ എടുത്ത് കാണിക്കണ്ടെന്ന് പറഞ്ഞ് കമൻ്റ് ഇടും. അപ്പം അതൊന്നും നമുക്ക് കാണാൻ വയ്യ. അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. ഞാൻ കറി വെച്ചിട്ട് നിങ്ങളെ കറി കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. അപ്പം ഇന്ന് നമ്മുടെ
നമ്മുടെ ഗസ്റ്റിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയേക്കുന്ന കറികളൊക്കെ ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഗസ്റ്റ് വരുമ്പോഴത്തേന് നമ്മൾ എല്ലാം നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പറിച്ച് തന്നെ വെച്ചതാണ്. ബീഫ് പറമ്പിൽ നിന്ന് പറിച്ചതല്ല കേട്ടോ. ഇതാ ബീഫ് മേടിച്ച് കറി വെച്ചിട്ടുണ്ട് കണ്ടോ. രാവിലെ ബീഫ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ഹസ്ബൻഡ്. അപ്പം അങ്ങനെ മേടിച്ച് ഇതാ ബീഫ് കറിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ചട്ടിക്കകത്ത് നമ്മൾ മീൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എന്ത് മീനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതാ നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മീൻ കറി കണ്ടോ. പിന്നെ നമ്മുടെ ചീര പറിച്ച് നമ്മൾ തോരൻ വെച്ചേക്കുകയാണ്. ചീരത്തോരനില്ലാതെ നമ്മൾ എങ്ങനെ ചോറുണ്ണു അല്ലേ? നമുക്ക് ഉള്ള നമ്മുടെ ചീര പറിച്ച് നമ്മൾ തോരൻ വെച്ച് അങ്ങനെ ഒരു ചീരത്തോരനും വെച്ചു. പിന്നെ നമുക്കുണ്ടായ നമ്മുടെ വെണ്ടയ്ക്ക ഇത് കണ്ടോ. വെണ്ടയ്ക്കായെ ഞാൻ പറിച്ചിട്ട് ഒരു തോരനല്ല, ഇതിനെന്ത് പറയുന്നത്, മെഴുക്ക് വരട്ടി, ഒരു മെഴുക്ക് വരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെണ്ടയ്ക്കായ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഇത്ര ആയി. ഇനി നമുക്കൊരു ചാറ് വെക്കാനുള്ളതാണ്. നമ്മുടെ മത്തങ്ങായും പരിപ്പും ചാറ്. അച്ചാർ ഇവിടെ ഉണ്ട് കേട്ടോ. അച്ചാറ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ഈന്തപ്പഴവും അതുപോലെ തന്നെ നാരങ്ങായും ഇട്ടുണ്ടാക്കിയിരിക്കുന്ന അച്ചാറാണ് ഇത്. ഓൾമോസ്റ്റ് തീരാറായി. വേറെ വലിയ കുപ്പി നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഇതാണ് നമുക്ക് ഗസ്റ്റിന് കൊടുക്കാനുള്ളത്. ഇനി ചോറൂടെ വെച്ചാൽ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇപ്പം നമുക്ക് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, സീ യു.